أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ജനാബ് TM ഷരീഫ് സാബ് അവരെ ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ ഹൽഖ അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുകൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഫ്രണ്ട്സ് ഫോറം കരുനാഗപ്പള്ളി ഘടകത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇതുപോലെ നേരത്തെ വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് സൂചിപ്പിച്ചിരുന്നതാണ്, ഇങ്ങനെയൊരു സംരംഭം കേരളത്തിൻ്റെ നഗരപ്രദേശങ്ങളിലെല്ലാം ആരംഭിക്കുന്നതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ പ്രദേശത്തും ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യവും ലോകവും നമ്മുടെ സംസ്ഥാനവുമൊക്കെ ഒരുതരം ഇസ്ലാമോഫോബിയയുടെ മൊത്തത്തിലുള്ള ഒരു രീതി ലോകത്തിൻ്റെ മൊത്തം നേരത്തെ തുടങ്ങി വെച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ ഊന്നി നിന്നുകൊണ്ട് കാലികമായ പ്രശ്നങ്ങളെ സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും പരസ്പരം സമ്മതിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വേദിയാണിത്. നമുക്കറിയാം, നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിഷയമുണ്ടാകുമ്പോൾ വൈകാരികമായ ഒരു ആവേശം കാണിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. പണ്ട് CH മുഹമ്മദ് കോയയുടേതായി ഒരു പ്രസംഗം നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്, ഈ കാക്കയും കാക്കാമാരും ഒരേ സ്വഭാവക്കാരെന്ന്. ഒരു കാക്ക കരണ്ടടിച്ച് വീണാൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ ആ പ്രദേശത്തുള്ള മൊത്തം കാക്കകളും അവിടെ ഒന്നിച്ച് പെട്ടെന്ന് ഒത്തുകൂടി ഒരു വൈകാരിക പ്രകടനം നടത്തി പിരിഞ്ഞു പോകും. ചത്ത കാക്ക അവിടെ ബാക്കിയാവും. ഇതായിരിക്കണം CH ഉദ്ദേശിച്ചത്. കാക്കാമാരും ഇതുപോലുള്ള ഒരു പ്രകൃതത്തിൻ്റെ ആളുകളാണ്. അവരെ സംബന്ധിക്കുന്ന ഒരു വിഷയമുണ്ടാകുമ്പോൾ പെട്ടെന്ന് വൈകാരികമായ ഒരു കൂട്ടത്തിലേക്ക് അവരെത്തിച്ചേരുകയും ഒരു വൈകാരിക പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ കാക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാക്കകളോട് ഒത്തുചേരും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ വീണത് ഏത് ഗ്രൂപ്പിലാളാണോ അവരൊഴിച്ച് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ അവസ്ഥ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈകാരികമായ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനും സുന്നത്തും എന്താണോ അവലംബിച്ചിട്ടുള്ളത് അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കല്ലാതെ ഇതിന് മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ, സംവരണത്തിൻ്റെ വിഷയം വന്നപ്പോൾ, ഏറ്റവും അവസാനം നമ്മുടെ വിശ്വാസി സമൂഹം അവരുടെ പരലോകത്തിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വഖഫ് ചെയ്ത വഖഫ് സ്വത്തുക്കളിലുള്ള കടന്നുകയറ്റം, അതിനുവേണ്ടി ഉണ്ടായ ബില്ല്, നമുക്കറിയാം ഈ വിഷയങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞ വൈകാരിക പ്രകടനങ്ങളായിരുന്നു. ഇപ്പം അവസാനം ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലും ആദ്യം കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു യോഗം വിളിച്ചാൽ പോലും ആളുകൾക്ക് പിന്നെ ഒരു മനസ്സില്ലാത്ത ഒരു രീതിയിലേക്കാണ്. ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫോറം പോലുള്ള അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരെ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരസ്പരം ഐക്യത്തിൻ്റെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ, അതുപോലെ ഇസ്ലാമിൻ്റെ അകത്ത് തന്നെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെ ആസൂത്രിതമായിട്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ കത്തിവെക്കുന്ന രീതിയിലുള്ള പോക്കാണ് അവർ നടത്തുന്നത്. അതുപോലെ ഹദീസ് നിഷേധ പ്രസ്ഥാനങ്ങൾ, ഖുർആൻ മതി, ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം മാത്രം മതി, അതിൻ്റെ പ്രായോഗിക രൂപമായ പരിശുദ്ധ ഹദീസുകളെ നിഷേധിക്കൊണ്ട് ഇസ്ലാമിന് തന്നെ കോട്ടം വരുത്തുന്ന ആ രീതിയിലേക്ക് മുസ്ലിങ്ങളെ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അപ്പം ഇത്തരം വിഷയങ്ങളെ നമുക്ക് കൂടിയിരുന്ന്
ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദി കൂടിയാണ്. മൂന്നാമതായിട്ട് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അശരണരായ, നിരാലംബരായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങൾ, നമുക്കറിയാം സേവനമെന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമാണെന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരും വെച്ച് പുലർത്തും. മറിച്ച് നമ്മൾ ഏതൊരു രംഗത്താണോ ജോലി ചെയ്യുന്നത് ആ രംഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും. അത് കേവലം സാമ്പത്തികം മാത്രമല്ല, ഔദ്യോഗിക രംഗത്തുള്ള, ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള, അങ്ങനെ പല രംഗത്തും നമുക്ക് ഒരുപാട് സഹായങ്ങൾ, ഏറ്റവും അവസാനം സാമ്പത്തികവും ആവശ്യമുള്ളവർക്ക് നമ്മുടെ ലഭ്യത അനുസരിച്ച് ചെയ്യാവുന്ന ഒരു സംരംഭം കൂടി ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പറയാനുള്ളത്, നമുക്കെല്ലാം അള്ളാഹു ഓരോ കഴിവുകൾ, ചെറുതും വലുതുമായിട്ടുള്ള കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏത് രംഗത്താണോ നമുക്ക് കഴിവുള്ളത് അത് ഉപയോഗിക്കാനുള്ള ഒരു ഇടമാണ് ഫ്രണ്ട്സ് ഫോറം. ഇതാണ് ഈ സ്വാഗത പ്രസംഗത്തിൽ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പിന്നാലെ വരുന്നവർ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ആദ്യമായി ഈ സദസ്സും വേദിയും വ്യത്യാസപ്പെടേണ്ടതല്ല. കാരണം വേദിയേക്കാൾ ഒരുപാട് പ്രബുദ്ധരായ ആളുകൾ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു വ്യത്യസ്തത കണ്ടുകൊണ്ടല്ല, എങ്കിലും ഞങ്ങളുടെ എളിയ ക്ഷീണം സ്വീകരിച്ചെത്തിയ നിങ്ങളെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി യോഗത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനെത്തിയ ആദരണീയനായ ഹൽക്ക അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ്, അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഒരു പൊതുവേദിയിൽ കരുനാഗപ്പള്ളിയിൽ എത്തുന്നത് ആദ്യമാണ്. അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയുടെ മൊത്തത്തിലും ഫ്രണ്ട്സ് ഫോറത്തിൻ്റെയും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം ലത്തീഫ് ഒറ്റത്തെങ്ങിലാണ്. അദ്ദേഹം ഈ രംഗത്ത് മുൻ പരിചയമുള്ള ആളാണ്. ഇതുപോലുള്ള സംഘങ്ങളെ നയിച്ച് കൊല്ലം ടൗണിൽ ഫ്രൈഡേ ക്ലബിൻ്റെ സാരഥ്യം വഹിച്ച ആളാണ് അദ്ദേഹം. അവിടെ സക്കാത്തിൻ്റെ സംഘടിത സ്വഭാവം വരെ ആ ഒരു ലേബലിൽ കൂടെ നടത്തിയ ആളാണ്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡൻറ്റ്. അദ്ദേഹം നന്നായിട്ട് ആക്ട് ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന് ഖിറാഅത്ത് നടത്തിയ ബഹുമാന്യനായ യുവ പണ്ഡിതൻ ഷബീർ അഹമ്മദ് അൽ കാസിമി അവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിലൊരു അമീറിൻ്റെ പ്രഭാഷണത്തിന് ശേഷം ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയുണ്ടാകും. അത് ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് നദവിയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് സജീബാണ്. അദ്ദേഹം നമ്മുടെ ഈ ഫോറത്തിൻ്റെ കൺവീനറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ വേദിയിലേക്ക് ബഹുമാന്യനായ ലത്തീഫ് ഒറ്റത്തെങ്ങിനെ ക്ഷണിക്കുന്നു. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള ഫ്രണ്ട്സ് ഫോറത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആദരണീയ വ്യക്തിത്വങ്ങളെ, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ ജനാബ് മുജീബുർ റഹ്മാൻ സാഹിബ്, ജില്ലാ സാരഥി ജനാബ് അബ്ദുൽ വാഹിദ് നദ്വി, പ്രിയമുള്ള മറ്റ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഒരു പുതിയ സംഘം, അതല്ലെങ്കിൽ കൂട്ടായ്മ, ഒരു സംഘടന എന്ന് പറയത്തില്ല, ഇവിടെ ഉദയം ചെയ്യുകയാണ്. പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അത് മുജീബുർ റഹ്മാൻ സാഹിബ് നിർവഹിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ അതൊരു സാങ്കത്യം മാത്രമാകാം. ഈ സംഘടനയുടെ
ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ക്ഷണിക്കപ്പെട്ട ആൾക്കാർ എന്നോട് ചോദിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടേതാണോ? 2, ഈ സംഘടന എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായും ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ അത് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു നയപ്രഖ്യാപനം നടത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആമുഖമായി പറയട്ടെ, ഫ്രണ്ട്സ് ഫോറം എന്നത് അതിൻ്റെ തിങ്ക് ടാങ്ക്, അതാ ഞാൻ പറയില്ല, ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത്, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷേ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അത് ജമാഅത്താകാം, ദക്ഷിണ കേരളയാകാം, സമസ്തയാകാം, മറ്റ് നമുക്ക് ചുറ്റുപാടുമുള്ള ഏത് മുസ്ലിം സാമുദായിക സംഘടനകളുമായി ചേർന്നുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു സംഘടനയല്ല, ഇതൊരു കൂട്ടായ്മയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കുന്നു? ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ചരിത്രം പഠിച്ചാൽ എന്നോട് പലപ്പോഴും നമ്മുടെ മാധ്യമത്തിൻ്റെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാമിക പ്രബുദ്ധതയുള്ള ഒരു ജനതതി നിവസിക്കുന്ന സ്ഥലം അത് കരുനാഗപ്പള്ളിയാണ്. പക്ഷേ കരുനാഗപ്പള്ളിക്കാർക്കറിയില്ല, സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രാദേശിക സ്ഥലമാണ് കരുനാഗപ്പള്ളി. പക്ഷെ അത് ഉണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശകലനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ എറണാകുളത്തും അതുപോലെ കൊല്ലത്തും ഫ്രൈഡേ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രത്തിൽ ഉണ്ടായതാണ്. ആ സംഘടന ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രാതിനിധീകരിക്കുന്നതല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിലെ പ്രൊഫഷണലുകൾ, അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മുസ്ലിം സമുദായത്തിലെ എല്ലാ നമ്മുടെ അവാന്തര വിഭാഗങ്ങളുമായി ചേർന്നുള്ള, അതിലെ അഭിഭാഷകരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് പ്രൊഫഷണലുണ്ട്, ബിസിനസ്സുകാരുണ്ട്, യുവാക്കളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ള ഒരു പ്രത്യേക സത്വത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഫോറം. ഇതിങ്ങനെ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായ 5 തത്വങ്ങൾ, 5 പ്രിൻസിപ്പിൾസിനെ ഊന്നിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നാം രൂപം കൊടുത്തിട്ടുള്ളത്. അതിലാദ്യത്തേത് ഖുർആനികമായ ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ. കാരണം നമുക്കിടയിൽ ഇന്നിപ്പോൾ ഖുർആനെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നു, പക്ഷേ ആ ഖുർആൻ എന്താണെന്നോ, ആ ഖുർആന്റെ ബോധനം എന്താണെന്നോ, ആ ഖുർആന്റെ ഉള്ളടക്കം എന്താണെന്നോ നമ്മുടെ സഹോദര സമുദായങ്ങളെയും സഹോദരങ്ങളെയും സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ പോലും പറഞ്ഞ് മനസ്സിലാക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യം. കഴിയുന്നിടത്തോളം ഖുർആനിക ബോധനം, അതിനുള്ള വൈജ്ഞാനികമായ ഒരു വേദി എന്നുള്ള രീതിയിലാണ് ഈ ഫ്രണ്ട്സ് ഫോറം തുടക്കം കുറിക്കുന്നത്. രണ്ടാമത്, നമുക്കറിയാം, ഇന്നിപ്പോൾ ഷരീഫ് സാഹിബോട് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമുദായത്തിന് നേരെ 4 പാട് നിന്നുമുള്ള ആക്രമണമാണ്. ഒരുപക്ഷെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ അടുത്ത കാലത്ത് എഴുതിയതുപോലെ, ഹിറ്റ്ലർ ഏത് രീതിയിൽ ജൂതന്മാരെ കൈകാര്യം ചെയ്തോ അതിനേക്കാൾ അപകടകരമായ രീതിയിൽ മുസ്ലിം സമുദായത്തിന് നേരെ ഫാസിസം, ആ ഫാസിസം എന്ന് പറയുന്ന കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഭരണകൂടം, ആ ഭരണകൂട ഫാസിസം ഇന്ന് നമുക്കെതിരെ, ഈ സമുദായത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം വരുന്ന വിഷയങ്ങൾ അത് ചർച്ച ചെയ്യുക. ആ ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു സംഘർഷാത്മകമായ ഇതല്ല, ഒരു സൗഹൃദ ചർച്ച. ആ ചർച്ചയ്ക്കുള്ള, ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വഖഫ് ബില്ല്, പൗരാവകാശ ബില്ല്, ഏറ്റവും ഒടുവിൽ ഒരു ജില്ലയിലെ മൊത്തം ജനതയും അവർ ഉണ്ടാക്കുന്ന സമ്പത്തും അത് തീവ്രവാദ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്നുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്ഷേപങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ കൗമ് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വേദിയാണിത്. മൂന്നാമത്, നമുക്ക് ഖുർആനികമായും അല്ലാതെ നമ്മുടെ ഇസ്ലാമിക തത്വങ്ങൾ അധിഷ്ഠിതമായും
ഈ സമുദായത്തിനൊരു സാമൂഹികമായ പ്രതിബദ്ധത പറയുന്നുണ്ട്. ഞാനും നിങ്ങളും ഈ സമുദായത്തിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അത് നിറവേറ്റപ്പെടുക, അതിനൊരു കൂട്ടായ്മ, അത് കാരണം ഒറ്റയ്ക്കല്ല, അതിനൊരു കൂട്ടായ്മയിലൂടെ അതിന് നമ്മൾ പ്രാപ്തി ഉണ്ടാക്കുക. നാലാമതായി, നമ്മുടെ സമൂഹത്തിലെ അശരണരും അവഗണിക്കപ്പെട്ടവരും അശരണരുമായ അവർക്കൊരു കൈത്താങ്ങായി പ്രവർത്തിക്കുക. ഈ കൈത്താങ്ങായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചുറ്റും ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ആ സംഘടന ഉന്നമിക്കുന്ന രീതിയിലുള്ള ഒരു നമ്മൾ ഒരു പുനരധിവാസമോ അല്ലെങ്കിൽ ഒരു സഹായമോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടുള്ള സക്കാത്ത്, ആ സക്കാത്ത് ഒരു പക്ഷേ ബൈത്ത് സക്കാത്ത് അവർ ആ സംഘടന ചെയ്യുന്നത് പോലെ അത്ര അല്ലെങ്കിൽ കൂടിയും നമുക്ക് സംഘടിതമായി അത് കളക്ട് ചെയ്ത് വിനിയോഗിക്കുവാനുള്ള ഒരു മെഷീനറി എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, ഇതിനെല്ലാം ഉപരി മാനുഷിക സ്നേഹം, മാനവികത എന്നിവയിലൂന്നി എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ള, തുല്യരായി കാണുവാനുള്ള അത്തരം ഒരു സന്ദേശം വിഭാവന ചെയ്യുവാനുള്ള, ഒരു വിളംബരം ചെയ്യുവാനുള്ള ഒരു മൂവ്മെൻറ്റ്, ഈ 5 തത്വങ്ങളിൽ ഊന്നിയായിരിക്കും ഇൻഷാ അല്ലാഹ് ഈ സംഘടനയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. തീർച്ചയായും ഇന്നിവിടെ കൂടിയിരിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ഈ സംഘടനയുടെ ഈ കൂട്ടായ്മയുടെ യാത്രയിലും നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ബഹുമാന്യായ അമീറിൻ്റെ ഇതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം ഇതേക്കുറിച്ച് സംശയങ്ങൾ അദ്ദേഹത്തിനോട് മറ്റെന്തെങ്കിലും അതല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിലേക്ക് വരാത്ത വിഷയങ്ങളും അദ്ദേഹമായി നിങ്ങൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അദ്ദേഹത്തെ ഈ ഔപചാരികമായ പ്രഖ്യാപനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ സംഗമത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ ലത്തീഫ് ഒറ്റത്തെങ്ങിൽ, വേദിയിലിരിക്കുന്ന വാഹിദ് നദ്വി സാഹിബ്, ഷരീഫ് സാഹിബ്, ജബൽ മസ്ജിദ് ഇമാം ഷബീർ അഹമ്മദ് അൽ ഖാസിമി, അഡ്വക്കേറ്റ് എസ് സജീബ്, സ്നേഹം നിറഞ്ഞ കരുനാഗപ്പള്ളിയിൽ സമൂഹത്തിലെ വ്യത്യസ്തമായ തലങ്ങളിൽ സജീവ സാന്നിധ്യം അടയാളപ്പെടുത്തിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ വലിയ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓരോരുത്തരും അവരവരുടെ തുരുത്തുകളിൽ ഇരുന്നു കൊണ്ട് നിഗമനങ്ങളും ധാരണകളും ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകളുമൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, കലുഷിതമായ ഒരു കാലത്ത് ഒരുമിച്ചിരിക്കാനും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് യോജിക്കാവുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കാനും ഒരു സൗഹൃദ കൂട്ടായ്മ എന്നതാണ് ഫ്രണ്ട്സ് ഫോറത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അത്തരമൊരു സദുദ്യമത്തിന് സമാരംഭം കുറിക്കുന്ന ഈ സദസ്സും ഈ വേദിയും ഞാൻ മനസ്സിലാക്കുന്നു അനുഗ്രഹീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം നമുക്കെല്ലാവർക്കും അറിയാം,
സവിശേഷമായ ഒരു ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സമൂഹമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ഒരാദർശ സമൂഹം എന്ന നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സവിശേഷമായി ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. സമകാലിക സാഹചര്യത്തെ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ ആ സവിശേഷ ദൗത്യത്തിൻ്റെ പ്രാധാന്യം ഏറെ വർദ്ധിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാം വിരുദ്ധ പൊതുബോധം, മുസ്ലിം വിരുദ്ധ പൊതുബോധം നമ്മുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറം അനുദിനമെന്നോണം ലോകത്തെന്ന പോലെ രാജ്യത്തെന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ബ്രേക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരുമിച്ച് ഏതെല്ലാം അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നതിലേക്കുള്ള ചുവടുകൂടിയായി ഈ ഫ്രണ്ട്സ് ഫോറം മാറട്ടെ എന്നുകൂടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയുമാണ്. നിരവധി വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. പൊളിറ്റിക്കലിയുള്ള വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഐഡിയോളജിക്കലി ആശയപരമായ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. സാംസ്കാരികമായി ഒരുപാട് കനത്ത വെല്ലുവിളികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെയെല്ലാം അഭിമുഖീകരിച്ചും അതിജീവിച്ചും വേണം ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ എത്രമാത്രം അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ അഭ്യസ്തവിദ്യരായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതിൽ ഒന്ന് വംശീയതയാണ്. വംശീയത എന്ന് പറയുന്നത് വംശമാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ജനവിഭാഗത്തെ മുഴുവൻ അപരിഷ്കൃതരായി കണ്ട് അവരുടെ വംശീയമായ ഉന്മൂലനം ലക്ഷ്യം വെച്ച് പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതാണ് വംശീയത എന്ന് പറയുന്നത്. അതൊരു ഇബ്ലീസിൻ തിയറിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന ഒരാളുണ്ട്, അത് ഇബ്ലീസാണ്. ഇബ്ലീസ് അതിന് പറയുന്ന മറുപടി എന്താണ്? ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ വംശമാഹാത്മ്യത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ വംശീയത എന്ന് പറയുന്നത്. സൗണ്ട് കുറച്ച്, എനിക്ക് സൗണ്ട് ഇല്ല മോനെ, നീ സൗണ്ട് കുറച്ചാൽ പിന്നെ കുടുങ്ങും. ഈ വംശമാഹാത്മ്യത്തിൻ്റെ പേരാണ് വംശീയത എന്ന് പറയുന്നത്. ഞാൻ വംശീയ മഹത്വം അവകാശപ്പെടുന്നവരാണ്, മറ്റവരങ്ങനെയല്ല എന്ന്. ഗുരുജി ഗോൾവാൾക്കറിൻ്റെ വിചാരധാരക്കകത്ത് 3 കമ്മ്യൂണിറ്റിയെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദേശവിരുദ്ധ ശക്തികൾ 3 എണ്ണമാണ്. അതിലൊന്ന് മുസ്ലിങ്ങളാണ്, 2 കമ്മ്യൂണിസ്റ്റുകളാണ്, 3 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ആ ഒരർത്ഥത്തിലുള്ള വംശീയതയാണ് ലോകത്ത് ഇന്ന് ഭീകരത വിതച്ചുകൊണ്ടിരിക്കുന്നത്, രാജ്യത്ത് ഇന്ന് ഭീകരത വിതച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മിഡിൽ ഈസ്റ്റ് ഉണ്ട്, ഫലസ്തീനുണ്ട്, ലബനാനുണ്ട്. ഫലസ്തീനും ലബനാനിലും അങ്ങേയറ്റം വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ പിന്നിലുള്ളത് വംശീയതയാണ്, വംശീയമായ മഹാത്മ്യമാണ്. നമ്മുടെ രാജ്യത്ത് ആ അർത്ഥത്തിൽ വംശീയത വിതച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ വംശീയതയാണ്. അതിനവർ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയ വളർത്താനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഹെയ്റ്റ് ക്യാമ്പയിനാണ്.
രാജ്യത്ത് കുറെ കാലങ്ങളായി ഹെയ്റ്റ് ക്യാമ്പയിൻ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജനവിഭാഗത്തിന് നേരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആ വെറുപ്പുൽപാദനത്തെ നമ്മൾ ആരും ലാഘവത്തോടുകൂടി കാണരുത്. നിരന്തരമായി ഒരു ജനതക്കിടയിൽ വെറുപ്പുൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ജനവിഭാഗത്തിന് നേരെയാണോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, ആ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് സോഷ്യൽ സെക്യൂരിറ്റി നഷ്ടപ്പെടും എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ബഹുസ്വര രാജ്യത്ത്, ഉജ്ജ്വലമായ ഒരു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് തെരുവോരങ്ങളിൽ പൈജാമയും കുർത്തയുമുട്ട മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരെ സുസംഘടിതമായി ജയ് ശ്രീറാം എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് കൂട്ടം കൂടി മൊബ് ലിഞ്ചിങ് നടത്തിയപ്പോൾ ആരും പ്രതികരിക്കാതെ പോയത്? പ്രതികരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് വീഡിയോയിൽ പകർത്തിയത്. എന്നിട്ടെന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്? കാരണം ഒരു ജനവിഭാഗം കൊല്ലപ്പെടേണ്ടതാണ് എന്ന പൊതുബോധം വെറുപ്പുൽപാദനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് കേരളത്തിന് പുറത്തുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സംഘപരിവാർ വിജയിച്ചു എന്നുള്ളതാണ്. നമ്മളാരും പട്ടിയെ കൊല്ലുമ്പോൾ, പേപ്പട്ടിയെ കൊല്ലുമ്പോൾ നമ്മളാരും അരുതെന്ന് പറയാറില്ല. കാരണം പേപ്പട്ടി തല്ലിക്കൊല്ലപ്പെടേണ്ടതാണ്. അങ്ങനെ പട്ടിയെ പേപ്പട്ടിയാക്കി, ആദ്യം പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാവുന്ന ഒരു വംശീയമായ ഭ്രാന്ത് ലോകത്ത് സൃഷ്ടിച്ചതുപോലെ നമ്മുടെ രാജ്യത്തും സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഇരകളാണ് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സമാനമായ സ്വഭാവത്തിലുള്ള വംശീയ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തെന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും 5-6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷന് മുമ്പ് നടന്ന അതിഭീകരമായ ഹെയ്റ്റ് സ്പീച്ച് നമ്മളാരും വിസ്മരിച്ചിട്ടില്ല. ഒരു കമ്മ്യൂണിറ്റിയെ പുറന്തള്ളുക എന്നതാണ് അതിന്റെ മെസ്സേജ്. NRC അതിനു വേണ്ടിയിട്ടാണ് രൂപപ്പെടുത്തിയെടുത്തത്. പൗരത്വ സമരം നമ്മളാരും മറന്നുപോയിട്ടില്ല. ഇപ്പോൾ അധികാരത്തിൽ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ആസാമിൽ നിന്ന് ആളുകളെ പിടികൂടി തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയതും ആ അർത്ഥത്തിൽ ഒരു ജനതയെ രാജ്യം പുറന്തള്ളുന്നു എന്ന മെസ്സേജ് ഒരു ജനതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. UCC അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ 2-3 സംസ്ഥാനങ്ങളിൽ മൂവ് ചെയ്തത് ഒരു ജനവിഭാഗത്തെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൊബ് ലിഞ്ചിങ് ഒരു ജനവിഭാഗത്തെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഭരണകൂടത്തിന്റെ അന്വേഷണ സംവിധാനത്തെ വരെ ഈ അർത്ഥത്തിലുള്ള അപരവൽക്കരണത്തിന്റെ ആയുധമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമ്മൾ അനുഭവിച്ച ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ പാർലമെന്റിനകത്ത് ശക്തമായ സമീപനം സ്വീകരിച്ച ഒരു MP-യോട് മറുഭാഗത്ത് നിന്ന് സംഘപരിവാറിന്റെ ഒരു MP ഒരു മന്ത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലും ഈട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലേ എന്ന്. അഥവാ ഒരു രാജ്യത്ത് വംശീയത ഒരു സംഘമാകാം, വംശീയത ഒരു സംഘടനയാകാം, പക്ഷേ വംശീയത ഒരു ഭരണകൂടമായി മാറുന്നിടത്താണ് ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വരെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും അവസാനം വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വരെ അവകാശവാദം ഉന്നയിക്കപ്പെട്ടു എന്നത് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സമകാലിക വെല്ലുവിളിയാണ്. വഖഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രോപ്പർട്ടിയാണ്. അതേസമയം അതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമല്ല അത് പ്രയോജനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അലിഗർ എന്ന് പറയുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ്. ഹംദർദ് യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ്. ഫറൂഖ് കോളേജ് യഥാർത്ഥത്തിൽ വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിലുടനീളം ഒരു ജനതയെ എംപവർ ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ ഉത്തമമായ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നിടത്തും ജാതിമത ഭേദമന്യേ ഒരുപാട് സർവീസ് ഇന്ത്യൻ ജനതയ്ക്ക് പകർന്നു കൊടുക്കുന്നിടത്തും സുപ്രധാനമായ പങ്കുവഹിക്കുന്ന വഖഫ് പ്രോപ്പർട്ടി സ്വന്തമാക്കിയെടുക്കാനുള്ള ബില്ലാണ് ഇപ്പോൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇതിനേക്കാൾ കവിഞ്ഞ അളവിലുള്ള കയ്യേറ്റത്തിനാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, അവർ ആഗ്രഹിച്ചത് ഇതുവഴി അവർ 400 സീറ്റ് എത്തണം,
അതുപോലെ തന്നെ അവർ അധികാരത്തിലെത്തണം, 100 വർഷം തികയുന്ന മുറക്ക് ഹിന്ദുത്വ രാഷ്ട്രം യാഥാർത്ഥ്യമാകണം എന്ന അർത്ഥത്തിലാണ് അവർ ഈ രാജ്യത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ക്യാമ്പയിൻ അവർ നയിച്ചത്. മാത്രമല്ല ഈ എക്സിറ്റ് പോൾ വരെ അതിനു മുമ്പിൽ സ്തംഭിച്ചുപോയി. നമുക്ക് കിട്ടിയ എക്സിറ്റ് പോൾ എന്താണ്? BJP അധികാരത്തിൽ വരാൻ പോകുന്നു, മാത്രമല്ല മഹാഭൂരിപക്ഷം കിട്ടാൻ പോകുന്നു. ആ ഒരു അർത്ഥത്തിലുള്ള വലിയൊരു പ്രോപ്പഗണ്ട, ഇതായിരുന്നു റിസൾട്ട് എന്നതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതിനെക്കുറിച്ച് ഒരു എക്സിറ്റ് പോൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഇതുപോലും ആയിരിക്കും റിസൾട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ അർത്ഥത്തിലുള്ള പ്രോപ്പഗണ്ട, ഗീബൽസിയൻ തന്ത്രമാണ്, വംശീയ ഭീകരതയുടെ കൊടുങ്കാറ്റാണ് നമ്മുടെ രാജ്യത്ത് ആഞ്ഞടിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ വംശീയ കൊടുങ്കാറ്റിൽ ഹിന്ദുവിനും മുസൽമാനും ഇടയിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഇതര കമ്മ്യൂണിറ്റിക്കും ഇടയിൽ വലിയ ഡിസ്ക്രിമിനേഷന്റെ അല്ലെങ്കിൽ അകലത്തിന്റെ, വെറുപ്പിന്റെ, അതുപോലെ തന്നെ അകൽച്ചയുടെ മതിലു പണിതു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത കാര്യമാണ്. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനത അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ച്. നമുക്കറിയാവുന്നതുപോലെ 8ലധികം മന്ത്രിമാർ തോറ്റു. അയോധ്യ ഉൾപ്പെടുന്ന രാമപ്രതിഷ്ഠ ദിനം ആചരിച്ച് അഥവാ രാമക്ഷേത്രം പണിത് അതിന്റെ ഉദ്ഘാടനം കഴിച്ച ഫൈസാബാദിൽ വരെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വംശീയതക്കെതിരെ ജനം വിധി എഴുതി. അവസാന ഘട്ടത്തിൽ നുഴഞ്ഞുകയറ്റക്കാരാണ്, മാലതാലി തട്ടിപ്പറിക്കുന്നവരാണ്, സംവരണം അവർക്ക് കൊടുക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി അധിക്ഷേപ പ്രസംഗം നടത്തിയ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ സംഘപരിവാർ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. വാരാണസിയിൽ വരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നിലാകുന്ന ഘട്ടമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നതിനു ശേഷവും ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയതിനു ശേഷവും സ്വന്തമായ ഭൂരിപക്ഷം അവർക്കില്ല. 240 TDPയും JDUവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് അധികാരത്തിലേക്ക് 2ാം തവണ അല്ലെങ്കിൽ 3ാം തവണ സംഘപരിവാർ കാലെടുത്തു വെച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു കാലത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തും വെറുപ്പുൽപാദനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, നമ്മുടെ കേരളത്തിലും ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, നമ്മുടെ കേരളത്തിലും ഇസ്ലാമോഫോബിയ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മമായ തലങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ബഹുസ്വര സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള ആലോചനകളും ആശയവിനിമയങ്ങളും ആശയസംവാദങ്ങളും നമുക്കകത്ത് വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകേണ്ട ഒന്ന്, ഒരു കാലത്തും അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് ഏകാധിപതികളുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പണം, അധികാരം, സ്വാധീനം, അതുപോലെയുള്ള കോർപ്പറേറ്റുകൾ എല്ലാം ഒരുമിച്ച് നിന്നാലും, ഒരു ജനത ഒരുമിച്ച് നിന്നാൽ അതിനെ മറികടക്കാൻ കഴിയുമെന്നതിന് കഴിഞ്ഞ ഇലക്ഷൻ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു പാഠമായി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ അലയൻസിന്റെ കൂടെ പണമുണ്ടായിരുന്നില്ല, അധികാരമുണ്ടായിരുന്നില്ല, സ്വാധീനമുണ്ടായിരുന്നില്ല, കോടതി ഉണ്ടായിരുന്നില്ല, മീഡിയ ഉണ്ടായിരുന്നില്ല, എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നില്ല. മറുഭാഗത്ത് എല്ലാം ഉണ്ടായിരുന്നു. എക്സിറ്റ് പോൾ അവർക്ക് അനുകൂലമായിരുന്നു, കോടതി അവർക്ക് അനുകൂലമായിരുന്നു, മീഡിയ അവർക്ക് അനുകൂലം, മോദി മീഡിയ അവരുടെ കൂടെയായിരുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പണം കണ്ടമാനം അവർ ഒഴുക്കിയിരുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് ഇലക്ഷനെ നേരിട്ടത്. എങ്കിലും അള്ളാഹുവിന്റെ സുന്നത്ത് മറിച്ചാണ് ഞാൻ പറയുക. സംഘടിതമായ പ്രവർത്തനത്തിലൂടെ, പ്രീ അലയൻസിലൂടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏകോപനത്തിലൂടെ, സെക്കുലർ വോട്ടുകളുടെ ഏകോപനത്തിലൂടെ അഥവാ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ പോകും. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അലന്തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ല യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ان ربك لبالمرصاد. ശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നിരവധി നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഒരു നാഗരികതകളും ധിക്കാരത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു നാഗരികതയും ചരിത്രത്തിൽ ഒരുപാട് കാലം ഇരിപ്പുറപ്പിച്ചിട്ടില്ല. ഒരു നിശ്ചിത കാലാവധി കഴിയുന്ന ഘട്ടത്തിൽ അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അത് ആയത് സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം, സമൂദ് ഗോത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം, ഫറോവ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ നാഥൻ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ദൈവം തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു.
പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്കിൻ ഇല്ലാ അൻ യഖൂലു റബ്ബനല്ലാഹു വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لقدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശക്തി കൊണ്ട് മറ്റൊരു ശക്തിയെ തടഞ്ഞു നിർത്തുന്ന ശാക്തിക സന്തുലനം സ്ഥാപിച്ചെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ മസ്ജിദുകൾ തകർക്കപ്പെടുമായിരുന്നു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, ജൂത സനഗോഗുകൾ തകർക്കപ്പെടുമായിരുന്നു, ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാക്തിക സന്തുലനത്തെ തകർത്തുകൊണ്ട് ഒരേകാധിപതിക്കോ ഒരു സമഗ്രാധിപതിക്കോ ഒരു പ്രബുദ്ധ സമൂഹത്തിനകത്ത് ഒരാശയത്തിന്റെയും പിൻബലമില്ലാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുക, ഇത്തരം ഒരു സമകാലിക സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ഫ്രണ്ട്സ് ഫോറവും നമുക്ക് ഒരുപാട് മാർഗനിർദ്ദേശം നൽകുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ അർത്ഥത്തിൽ ഒരുപാട് മികവ് പുലർത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീപ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. മീഡിയക്കകത്ത്, ജുഡീഷ്യറിക്കകത്ത്, എക്സിക്യൂട്ടീവിനകത്ത്, അതുപോലെ തന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഡീപ് സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുൾഡോസർ രാജ് നടക്കുന്നത്. ഏറ്റവും അവസാനം കഴിഞ്ഞ ഗണേശ പൂജക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഗണേശ പൂജക്ക് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെത്തുന്നത് ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വതന്ത്രമായി നിൽക്കേണ്ടുന്ന ജുഡീഷ്യറിക്ക് കാവലിരിക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് പൂജക്കെത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ക്ഷേത്രമല്ലല്ലോ അദ്ദേഹത്തിന്റെ വീട്, അത് കേവലം ഒരു പൂജാ താല്പര്യം മാത്രമല്ലല്ലോ. അങ്ങനെയുള്ള ജുഡീഷ്യറിയുമായി വരെ നമ്മുടെ എക്സിക്യൂട്ടീവ് അലൈൻഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ചെറുക്കുക, ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. മറികടക്കാനുള്ള സാധ്യത കഴിഞ്ഞ ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, കഴിഞ്ഞ തവണയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പങ്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. സാധാരണഗതിയിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മുസ്ലിം വോട്ടിന്റെ സാന്നിധ്യം കൊണ്ട് ശിഥിലീകരണം സംഭവിക്കാതിരിക്കുകയും BJP ജയിച്ചു കയറാതിരിക്കുകയും ചെയ്ത ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ ഇലക്ഷൻ. ദേശീയ തലത്തിൽ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് 2 കൊല്ലം മുമ്പ് വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഒരു ഡാറ്റ യൂണിറ്റ് സ്ഥാപിച്ചു, 10-25 സ്റ്റാഫിനെ നിയമിച്ചു. മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാവുന്ന 134 മണ്ഡലങ്ങൾ മാർക്ക് ചെയ്തു. അതിൽ വോട്ടിന്റെ സ്റ്റേക്ക് ആരുടെ കയ്യിലാണ് എന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ജമിയത്തുൽ ഉലമാ ഹിന്ദും അഖില ഹദീസും അജ്മീർ ഗ്രൂപ്പും അതുപോലെ തന്നെ ബറേൽവി ഗ്രൂപ്പും അഖില ഹദീസ് ഗ്രൂപ്പും ജമാഅത്തെ ഇസ്ലാമിയും ദേശീയ തലത്തിൽ ഒരുമിച്ച് കൂടി. ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് ഓരോ മണ്ഡലത്തിലെയും വോട്ട് പാറ്റേൺ മനസ്സിലാക്കി. വോട്ട് ലിസ്റ്റിലില്ലാത്ത 10% വരുന്ന പിന്നോക്കം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ വോട്ട് ലിസ്റ്റിലേക്ക് അവരെ പേര് ചേർക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുത്തു. മസ്ജിദുകളിലും അതുപോലെ തന്നെ മതപാഠശാലകളിലും ആ അർത്ഥത്തിലുള്ള വോട്ട് പാറ്റേൺ അനുസരിച്ചുകൊണ്ട് വോട്ടിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം കൊടുത്തു. ജനാധിപത്യപരമായ പ്രതിരോധം. ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയില്ല. കേരളമല്ല ഇന്ത്യ എന്ന് പറയുന്നത്, കേരളമല്ല ബീഹാർ എന്ന് പറയുന്നത്, കേരളമല്ല UP എന്ന് പറയുന്നത്. മുമ്പറുകളിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ജമിയത്തുൽ ഉലമാ ഹിന്ദും അതുപോലെ തന്നെ അഹ്ലെ ഹദീസും തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെ അവരെ ഉത്ബോധിപ്പിച്ചു. മാത്രമല്ല ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് BJPക്കെതിരെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി. 134 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൽ 84 മണ്ഡലങ്ങളിൽ BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ ദേശീയ തലത്തിലുള്ള മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം ആദ്യം തീരുമാനിച്ചു, പേര് വെക്കേണ്ടതില്ല വേദിക്ക്, പ്രസിഡന്റ് ഉണ്ടാകേണ്ടതില്ല വേദിക്ക്. 3 മാസം കൂടുമ്പോൾ അവർ ഒരുമിച്ച് കൂടി. ആദ്യത്തെ 3 മാസം ഒരു സംഘടനയുടെ നേതാവ് അധ്യക്ഷം വഹിച്ചു, അടുത്ത മാസം വേറൊരാൾ അധ്യക്ഷം വഹിച്ചു. പക്ഷെ ഒറ്റക്കെട്ടായി നിന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഫോക്കസ് ചെയ്തു. ആദ്യ പരീക്ഷണം UPയിലാണ് നടത്തിയത്. UP നിയമസഭാ ഇലക്ഷൻ നടന്ന ഘട്ടത്തിൽ UPDF എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിച്ചു. ഉത്തർപ്രദേശ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഫോറം രൂപീകരിച്ചു. അതുപോലെ തന്നെ MP ഇലക്ഷൻ വന്നപ്പോൾ മധ്യപ്രദേശ് ഡെമോക്രാറ്റിക് ഫോറം എന്ന ഫോറം രൂപീകരിച്ചു. മധ്യപ്രദേശ് ഡെമോക്രാറ്റിക് ഫോറം. കർണാടകയിൽ ഇലക്ഷൻ നടന്നപ്പോൾ എത്തേളു കർണാടക എന്ന് പറയുന്ന സംവിധാനം രൂപീകരിച്ചു.
150ഓളം സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സംഘടനകൾ സഹകരിച്ചു. നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി, NGO-കളുമായി, യോഗേന്ദ്ര യാദവിന്റെ വിങ്ങുമായി വരെ നമ്മൾ സഹകരിച്ചു. അങ്ങനെ കഴിഞ്ഞ ഇന്ത്യ അലയൻസുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി സുസംഘടിതമായി അലൈൻ ചെയ്തതുകൊണ്ടുകൂടിയാണ് മുസ്ലിം സമുദായത്തെ വിഭജിച്ചുകൊണ്ട് BJPക്ക് വിജയിച്ചു കയറാനുള്ള അവസരം നിരാകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് മാറ്റമുണ്ടായി. ആ മാറ്റത്തിന്റെ കൂടി റിസൾട്ടാണത്. ബുൾഡോസർ രാജ് മുസ്ലിം കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് ആ പരാജയത്തിന്റെ കൂടി പ്രത്യാക്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ രീതിയിൽ ഒറ്റക്കെട്ടായിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ടത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതേസമയം കേരളത്തിന്റെ സ്ഥിതി അല്പം അപകടകരമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ 2.5% വോട്ട് വർദ്ധിച്ചു BJPക്ക്. നമ്മൾ അറിയേണ്ടത് കേരളത്തിൽ UDF-ലേക്ക് LDF-ന്റെ വോട്ട് പോകാറുണ്ട്, LDF-ലേക്ക് UDF-ന്റെ വോട്ട് പോകാറുണ്ട്. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരാറുണ്ട്, ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ടും വരാറുണ്ട്. പക്ഷെ BJP-യിലേക്ക് ചരിത്രത്തിൽ ഇതുവരെ പോകുന്ന വോട്ട് തിരിച്ചു വരാറില്ല. ഇത്തവണ BJP-യിലേക്ക് പോയത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 2.5% വോട്ടാണ്. 2.5% വോട്ടാണ്. 2.5% വോട്ടാണെന്ന് പറഞ്ഞാൽ 11 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP നമ്പർ 1 ആണ്. തൃശ്ശൂരിൽ ഒരു മണ്ഡലത്തിലും BJP എല്ലാം ഒരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ എല്ലാ മണ്ഡലത്തിലും BJP ഒന്നാമതാണ്. 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതാണ്. 9 മണ്ഡലങ്ങളിൽ BJP രണ്ടാമതാണ്. 10 മണ്ഡലങ്ങളിൽ BJP മൂന്നാമതാണ്. 100 വ്യത്യാസത്തിലാണ് പലയിടത്തും 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ കേരളത്തിൽ വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJP നടത്തുന്നത് വളരെ കൃത്യമായ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് ആണ്, കമ്മ്യൂണിറ്റി ഓപ്പറേഷനാണ്. ധീവരസഭയെ, അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ, അതേപോലെ തന്നെ കേരളീയ സമൂഹത്തിനകത്ത് പലപ്പോഴും ഈഴവ കമ്മ്യൂണിറ്റിയെ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം BJDS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആവുന്ന ബ്രിഡ്ജിലൂടെയാണ് ഈഴവ കമ്മ്യൂണിറ്റി അവർ ഓപ്പറേറ്റ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയില്ല കേരളത്തിന്റെ പ്രത്യേകത എന്താണ്. കേരളത്തിൽ മൈനോറിറ്റിയാണ് കേരളത്തിൽ മെജോറിറ്റി എന്ന് പറയുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി 30%, 26 ശരിക്കും 30% ഉണ്ട്. ക്രൈസ്തവ കമ്മ്യൂണിറ്റി 19%, അല്ലെ? ആ അർത്ഥത്തിൽ 49% ആയില്ലേ? പിന്നോക്ക വിഭാഗങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, മറ്റു പിന്നോക്ക ദലിതുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ മൈനോറിറ്റി മെജോറിറ്റിയാണ്. ഈ മൈനോറിറ്റി മെജോറിറ്റിയായ കേരളീയ സമൂഹത്തിനകത്ത് ഒരു BJPക്ക് ഒരു MP ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ OBC വോട്ട് വരെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി. OBC വോട്ട് വരെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ഉറങ്ങി. അവർ വളരെ ഭംഗിയായി മുസ്ലിം വോട്ട് വരെ സുരേഷ് ഗോപിക്ക് പിടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസാനം. എല്ലായിടത്തും നമ്മുടെ പ്രഡിക്ഷൻ ഏതാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൃശ്ശൂരിൽ മീഡിയകളുടെ പ്രഡിക്ഷൻ തെറ്റി, തൃശ്ശൂരിൽ കമ്മ്യൂണിറ്റിയുടെ പ്രഡിക്ഷൻ തെറ്റി. 5 കൊല്ലം മുമ്പ് കാത്തിരുന്നു കൊണ്ട് അവർ നടത്തിയ സോഷ്യൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് അവിടെ വിജയിച്ചത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കേരളീയ പശ്ചാത്തലത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുമ്പോഴും ഇസ്ലാമോഫോബിയ നടക്കുമ്പോഴും ഒരു ഇസ്ലാമോഫോബിയയിൽ നമ്മൾ എന്ത് വേണം എന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥമല്ല. ആ ഇസ്ലാമോഫോബിയയിലൂടെയും ആ ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെയും അവർ എത്തിപ്പെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നാവ് പൊക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. നമ്മളെ കൂട്ടത്തിലെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ നാവ് പൊക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. കമ്മ്യൂണൽ പോളറൈസേഷന് സ്കോപ്പ് ഉണ്ടാകുന്ന, അതുപോലെ തന്നെ സംഘപരിവാറിന് അവരുടെ കമ്മ്യൂണിറ്റി ഓപ്പറേഷന് വഴിയുറന്നു കൊടുക്കുന്ന ഏത് രീതിയിലുള്ള നീക്കവും അപകടകരമാണ്. ബഹളം നമ്മൾ പലപ്പോഴും ബഹളമാണ് കാണുക, നമ്മൾ പൊന്തക്കാണ് തല്ലുക. പക്ഷെ ആ ബഹളത്തിനിടയിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന അടിയൊഴുക്കുകൾ കമ്മ്യൂണിറ്റിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. വഖഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല കേരളത്തിൽ. ഇപ്പോൾ മലപ്പുറത്ത് അപരവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ കൊടുങ്കാറ്റിനകത്ത് ആ അർത്ഥത്തിലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല കേരളത്തിൽ. ആത്യന്തികമായി അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി അതിന്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് സംഘപരിവാറാണ്. ഞാൻ പറയുന്നത് കക്ഷി പക്ഷ ഭേദമന്യ മുസ്ലിം നേതാക്കന്മാരും ഞാനൊരു പ്രസ്ഥാനത്തിന്റെ അമീറാണ് ഉൾപ്പെടുന്ന ആളുകൾ സമകാലിക കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ സംഘപരിവാറിന്റെ വളരെ ആസൂത്രിതമായ അടിയൊഴുക്കിനെ തടയിടുന്ന സ്വഭാവത്തോടു കൂടിയുള്ള സ്റ്റേറ്റ്മെന്റും പ്രോപ്പഗണ്ടയും അതുപോലെ തന്നെ ഓപ്പറേഷനുമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേരളവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ആകരുത് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ പോളറൈസേഷൻ നടക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. കേരളം സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തുരുത്താണ്. അത് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആ അർത്ഥത്തിൽ
വളരെ ആസൂത്രിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ 3-4 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സമകാലിക ഇന്ത്യ വംശീയത കത്തി നിൽക്കുന്ന കാലം, ഇസ്ലാമോഫോബിയ ലോകത്തെന്ന പോലെ ഇന്ത്യയിലും നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം, ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിലും വളരെ ശക്തമായി മൂടറച്ചൊരു സന്ദർഭം. ഇസ്ലാമോഫോബിയ നമുക്ക് മനസ്സിലാണെങ്കിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം. കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി അല്ലേ? ഒരു ആരാധനാ കേന്ദ്രത്തിൽ, ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഒരു വിഭാഗം ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളമശ്ശേരി എന്തുണ്ടായത്? ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. ആ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ, കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായ ഘട്ടത്തിൽ നമ്മളെല്ലാവരും നെട്ടി. മുസ്ലിം സംഘടനാ നേതാക്കൾ എന്തായാലും നെട്ടി. ഞാനന്ന് UK ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസമുണ്ട്. പക്ഷെ ആ ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞ ശേഷം നേരം പുലരുന്നവരെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഉറങ്ങാതിരുന്നത്? എനിക്കുറപ്പാണ് ഒരു ജമാഅത്തുകാരൻ അത് ചെയ്യൂല എന്ന്. എനിക്കുറപ്പാണ് ഒരു സുന്നി അത് ചെയ്യൂല എന്ന്. എനിക്കുറപ്പാണ് ഒരു മുജാഹിദുകാരൻ അത് ചെയ്യൂല. കാരണം കേരളത്തിലെ ഒരു സുസംഘടിതമായ മതസംഘടനയും മിലിറ്റൻസിയിലേക്ക് പോയിട്ടില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പിന്നെന്തിനാ നമ്മൾ നെട്ടിയത്? പടച്ച റബ്ബേ, ഏതെങ്കിലും സാമൂഹ്യദ്രോഹികൾ കൊട്ടേഷൻ കൊടുത്ത ആ ടീമിൽ ഒരാളുടെ പേര് മുസ്ലിം ആണെങ്കിൽ അതിനാര് സമാധാനം പറയണം? മുസ്ലിം സമുദായം പറയണം. ഈ നെട്ടല് ഒരു ക്രൈസ്തവ നേതൃത്വത്തിന് ഉണ്ടാകൂല. ഈ നെട്ടല് ഒരു ഹൈന്ദവ നേതൃത്വത്തിന് ഉണ്ടാവില്ല. ഇതിന്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. രാജ്യത്ത് എവിടെ പൊട്ടിയാലും അതിൽ നെട്ടേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാം പേടിയുടെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം ഒരു ബോംബ് ബ്ലാസ്റ്റ്? എത്ര പേരാ മരിച്ചത്? 8-9 പേര് മരിച്ചില്ലേ? ഒരാളല്ലല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ മുതിർന്ന ആളുകളുണ്ടല്ലോ, ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു മതവിഭാഗം ആരാധന നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ മതപരമായ ആചാരം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുക. പിന്നെ ചർച്ച വന്നില്ല. മാർട്ടിൻ വന്നതിന് ശേഷം ചർച്ച വന്നില്ല. മാർട്ടിന്റെ ചരിത്രത്തെ കുറിച്ച് ആരും പഠിച്ചില്ല. മാർട്ടിൻ വന്നത് എവിടെ നിന്നാണ് നോക്കിയില്ല. മാർട്ടിൻ പോയത് എങ്ങോട്ടാണെന്ന് ചർച്ച ചെയ്തില്ല. മാർട്ടിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ആരും തന്നെ ചർച്ചയാക്കിയില്ല. ഒറ്റക്കൊരാൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ അത്. പക്ഷേ അതാണ് കേരളം എന്ന് പറയുന്നത്, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നേരെ മറിച്ചതൊരു മുസ്ലിം ആയിരുന്നുവെങ്കിലോ അവൻ്റെ റിലേറ്റീവ്സ് ആരാണ്? അയാൾ വന്നത് എവിടെ നിന്നാണ്? അയാൾ ജോലി ചെയ്തത് എവിടെയൊക്കെയാണ്? അയാളുടെ ഫോൺ കോളിൽ ഫോൺ ചെയ്തത് ആരൊക്കെയാണ്? അയാൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? അയാൾ പോകുന്ന വഴിയിൽ കണക്ഷൻ ഫ്ലൈറ്റിനാണെങ്കിലും അയാൾ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിനും കിട്ടുന്ന പ്രിവിലേജ് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന് നിരാകരിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ്. അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരുമിച്ച് പ്ലാൻഡായി സ്ട്രാറ്റജിക്കായി ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തോടും ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സാധിക്കണം എന്നുള്ളതാണ്. എക്സ്ട്രീമിസം ഇതിൻ്റെ പരിഹാരമല്ല, പ്രതിവർഗീയത ഇതിൻ്റെ പരിഹാരമല്ല, പ്രതിതീവ്രവാദം ഇതിൻ്റെ പരിഹാരമല്ല, അതുപോലെ തന്നെ സാമുദായികതയും ഇതിൻ്റെ പരിഹാരമല്ല. മറിച്ച് എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കേരളീയ അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും വളർത്തിക്കൊണ്ടുവന്ന സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തെ നിലനിർത്തുന്നിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. രണ്ടാമത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വളരെ പ്രധാനമാണ്. പതറാത്ത വിശ്വാസം വളരെ പ്രധാനമാണ്. പതറാത്ത വിശ്വാസം നമുക്കില്ല എങ്കിൽ മാപ്പ് സാക്ഷിത്വത്തിലേക്ക് കമ്മ്യൂണിറ്റി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പതറാത്ത വിശ്വാസമില്ല എങ്കിൽ മാപ്പുസാക്ഷിത്വത്തിലേക്ക് ഈ കമ്മ്യൂണിറ്റി വരുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും രാജിയാകുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫലസ്തീൻ ഒക്ടോബർ 7 മറ്റന്നാളാണ്. തുഫാനുൽ അഖ്സ തുടങ്ങിയിട്ട് 1 വർഷമാവുകയാണ്. ഒരു ജനതയെ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് പോലെ ബോംബ് വർഷിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. തല ഉയർത്തി നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും തകർക്കപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. 40-40,000-ഓളം ആളുകൾ മരണപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾ വരെ കൊല ചെയ്യപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ട, അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കപ്പെട്ട, അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് ബോംബ് വർഷിക്കപ്പെട്ട, തെരുവിൽ മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം ബോംബ് വർഷിച്ച, ആംബുലൻസിന് നേരെ വരെ ബോംബ് വർഷിച്ച മണ്ണാണ്. ഹോസ്പിറ്റലുകളിലെ ICU റൂമുകൾക്ക് നേരെ വരെ ബോംബ് വർഷിക്കപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ലോകം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യാവകാശത്തിന്റെ ഒരു അംശം പോലും വകവെച്ച് കിട്ടാത്ത മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. ആ ഫലസ്തീനിലാണ് യഹിയ സിൻവാർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞത് അൽ അഖ്സ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫലസ്തീൻ പുലരും എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഈമാൻ എന്നുള്ളതാണ്.
ഒരു നൂറ്റാണ്ട് കാലമായ ഒരു ദുരിതം തുടങ്ങിയിട്ട് ഒരു വർഷം എന്നുള്ളത് ഒക്ടോബർ ശേഷമുള്ള തൂഫാനിൽ അക്സ മാത്രമാണ്. എന്തുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക സമൂഹത്തിൻ്റെ അതിജീവന ചരിത്രം എന്ന് പറയുന്നത് രേഖീയമല്ല. നിങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചോ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ബദറുണ്ട്, പ്രവാചകന്റെ ചരിത്രത്തിൽ ഉഹുദുണ്ട്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മദീനയുണ്ട്, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹിജ്റയുണ്ട്, മക്കയുണ്ട്. അവ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ തീക്ഷ്ണമായ കാലഘട്ടങ്ങളിലൂടെയാണ് അതിജീവനത്തിന്റെ വഴിവെട്ടി തെളിയിച്ചത് എന്നുള്ളത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ നീണ്ടകാലത്തെ യാത്രയിലൂടെയാണ് അവർ വിജയിക്കുന്നത്. ഫലസ്തീനിൻ്റെതും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് താർത്താരികളുടേത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ ചരിത്രം എന്ന് പറയുന്ന പാഠപുസ്തകമുണ്ട്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ വളരെ പ്രധാനമാണ്. നമ്മുടെ ചുറ്റും ഇസ്ലാമോഫോബിയ കത്തി നിൽക്കുമ്പോഴും കൈകൂപ്പാനല്ല, കൈതാഴ്ത്തിയിട്ട് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദീനീപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനുമുള്ള ചങ്കുറപ്പാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളർത്തി കൊടുക്കേണ്ടത്. നമ്മൾ സാമുദായികമാകേണ്ടതില്ല, നമ്മൾ വർഗീയമാകാൻ പാടില്ല, നമ്മൾ തീവ്രവാദത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഏത് കനത്ത പരീക്ഷണങ്ങളുടെ ഇടയിലും പതറാത്ത മനസ്സുമായി വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് ആർജവത്തോടുകൂടി നേരിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ഇസ്ലാമിക സമൂഹത്തെ നമ്മളൊക്കെ പ്രാപ്തമാക്കണം. എനിക്കതുണ്ടാകണം. ഈ ഉമ്മത്തിന് ഞാൻ പകർന്നു കൊടുക്കേണ്ടത് ഏത് പരീക്ഷണത്തിലും വിശ്വാസം കൈവിടാതെ പിടിച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്താണ്. ഖുർആൻ പറഞ്ഞില്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ഭീതി കൊണ്ട് പരീക്ഷിക്കും, ഭീതി കൊണ്ട് പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ശാരീരിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ഫബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ സുവാർത്ത അറിയിക്കുക ക്ഷമാലുക്കൾക്ക് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവരോട് പറഞ്ഞു. അഹ്സാബ് യുദ്ധത്തിന്റെ വേളയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും വകവരുത്തുന്നതിന് വേണ്ടി 4 ഭാഗത്തു നിന്നും, മുകളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ആളുകൾ ഒറ്റക്കെട്ടായി മൂവ് ചെയ്യുന്ന ഒരു സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. അവരോട് ആളുകൾ പറഞ്ഞു, ജനങ്ങൾ ഒറ്റക്കെട്ടാണ് നിങ്ങൾക്കെതിരിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫഖ്ശൗഹും ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. മാത്രമല്ല വഖാലു, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിലും ജീവിതത്തിന്റെ 4 അറ്റം മുട്ടുന്ന ഒരു സന്ദർഭത്തിലും ചുറ്റുപാടും പ്രതിസന്ധിയുടെ ആഴം കൂടുന്ന ഒരു ഘട്ടത്തിലും എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലും ജുഡീഷ്യറിയിൽ നിന്ന് വരെ ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ജഡ്ജ്മെന്റ് വരുന്ന ഘട്ടത്തിലും ഭരണകൂട ഭീകരതയുടെ ഇരകളാക്കപ്പെടുന്ന ഘട്ടത്തിലും ഇതെല്ലാം കാണുന്ന നാഥൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യവും നമുക്കുണ്ടാകേണ്ടതാണ്. അത് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. വലമ്മാ റഅൽ മുഅ്മിനൂന അൽ-അഹ്സാബ ഖാലു ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈമാനാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇസ്ലാം അനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആളുകൾ തെറ്റിദ്ധരിക്കുന്നവരാണ്. ഇസ്ലാം ടെററിസമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം ടെററിസമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം അപകടകരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. തലപ്പാവ് കാണുമ്പോൾ, താടി കാണുമ്പോൾ, മിനാരം കാണുമ്പോൾ, അറബി ഉച്ചരിക്കുമ്പോൾ, ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ടപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇറക്കി വിട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇയാൾ അറബിയിൽ പറയുന്നത്? കാരണം അത്രമാത്രം ഭീതി അടയാളങ്ങളെക്കുറിച്ച്, ചിഹ്നങ്ങളെക്കുറിച്ച്, ഖുർആനെ കുറിച്ച്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പവിത്രമായ ഒരുപാട് ഇമേജുകളെക്കുറിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഈ അടുത്ത് നമ്മുടെ പല പള്ളികളിലും സൗഹൃദ ഖുതുബ നടന്നു. എന്താണ് ഖുതുബയിൽ പറയുന്നത് എന്ന് ആളുകൾക്ക് ആർക്കും അറിയില്ല. അവർ മുസ്ലിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളികളിൽ പോകുന്നു. എന്താണ് പള്ളിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കറിയില്ല. അങ്ങനെ അവർക്കൊരു ഗാലറി കൊടുത്തു. അവരെല്ലാവരും കേട്ടു. ഞാനൊരു സ്ഥലത്ത് ഖുതുബ പറയുന്നിടത്ത് ഇതേപോലെ ഒരു ഗാലറിയിൽ അവർക്ക് അവസരം കൊടുത്തു. ഖുതുബ കഴിഞ്ഞിട്ട് സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, അഭിപ്രായം പറയുന്ന ആളുകൾ ഖുതുബ കഴിഞ്ഞതിന് ശേഷം അവരെ കേട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല അവിടെ ഇതാണ് നടക്കുന്നത് എന്ന്.
ഇത്രയും വലിയ സുഹൃതമാണ് നിങ്ങൾ ഖുത്ബയിൽ പറയുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മതം എന്ന് പറയുമ്പോൾ, പള്ളി എന്ന് പറയുമ്പോൾ, ഇസ്ലാമിക സമൂഹം എന്ന് പറയുമ്പോൾ, താടി കാണുമ്പോൾ അപകടകരമായ പൊതുബോധം ആളുകളിൽ വളർത്തുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഇസ്ലാം വിരുദ്ധ പൊതുബോധമുള്ളത് കൊണ്ട് ആ പൊതുബോധത്തെ മറികടക്കാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗോൾഡ്, സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ്. കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട നാർക്കോട്ടിക് ജിഹാദ്. മദ്യത്തോട് ഇത്ര ശക്തമായ സമീപനം സ്വീകരിച്ചൊരു മതം വേറെ ഇല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കള്ള്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയെ ചേർത്ത് കെട്ടി രൂപപ്പെടുത്തപ്പെട്ട ഒരു പ്രയോഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ടെർമിനോളജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് അത്തരം ഒരാളുമായി സംസാരിച്ചു. അങ്ങനെയുള്ള ടെർമിനോളജികളിൽപ്പെട്ടതാണ് ലാൻഡ് ജിഹാദ്, ഹോസ്പിറ്റൽ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ഹെൽത്ത് ജിഹാദ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരുപാട് പദാവലികൾ ഉണ്ടാക്കുക. ആളുകൾ ഇത് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഭൂമി കച്ചവടവും ജിഹാദും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്യണം, നമ്മൾ അവരുമായി സഹവസിക്കണം, നമ്മൾ അവരുമായി ആശയവിനിമയം നടത്തണം. അങ്ങനെ ആളുകൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വാല്യൂസ് അവർക്ക് പകർന്നു കൊടുക്കണം. കഴിഞ്ഞ ഫ്ലഡ് 2018 2019 ഫ്ലഡ് ആ അർത്ഥത്തിൽ ആളുകൾ കണ്ണു തുറന്നൊരു ഫ്ലഡായിരുന്നു. ഞാൻ ആളെ പറയില്ല, കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഫിലിം സംവിധായകൻ, ആ അർത്ഥത്തിൽ വംശീയമായ പല നിക്ഷേപങ്ങളും നടത്തിയ ഫിലിം സംവിധായകൻ. അദ്ദേഹം കുടുങ്ങിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. പക്ഷെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുത്തത് ഏതാനും മുസ്ലിം ചെറുപ്പക്കാരാണ്. ശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ തെറ്റായ ഒരുപാട് പൊതുബോധത്തെ തിരുത്താൻ എനിക്ക് ഫ്ലഡ് സഹായകമായി എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അനുഭവിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. പ്രവാചകനും ഖുർആനും ഒക്കെ ഷഹാദത്തുൽ ഹക്ക് എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതം സത്യത്തിൻ്റെ സാക്ഷ്യമാവുക. നമ്മൾ കച്ചവടക്കാരാണ്, നമ്മുടെ ജീവിതം സത്യത്തിൻ്റെ സാക്ഷ്യമാവുക. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം വളർന്നത്? മലിക് ദിനാറും കൂട്ടരും വന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് മലിക് ദിനാറിനെയും കൂട്ടരെ അവർ പഠിച്ചത്? മലിക് ദിനാറും കൂട്ടരും വന്ന് കച്ചവടം ചെയ്തപ്പോഴാണ്. അവരും കച്ചവടം ചെയ്യുന്നുണ്ട്, നമ്മളും കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ആകർഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ, ഉച്ചയായപ്പോൾ കച്ചവടത്തിന് വന്ന ആൾക്കാരുടെ നിങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങിക്കുന്നു, എനിക്ക് നല്ല കച്ചവടമാണ്. ഇത് കച്ചവടത്തിൻ്റെ ഒരു മൂല്യമാണ്, ആരോഗ്യകരമായ മത്സരമാണ്. പിന്നെ കച്ചവടം കഴിഞ്ഞിട്ട് പള്ളിയിൽ വരുമ്പോൾ എല്ലാവരും ഒരൊറ്റ സഫിലാണ്. ജാതീയത കൊടികുത്തി വാഴുന്ന ഒരു കേരളീയ അന്തരീക്ഷത്തിൽ എങ്ങി നിന്നോ വന്ന് കച്ചവടം നടത്തുന്ന അറബികൾ അവരുടെ കച്ചവടം നീതിപൂർവ്വം നടത്തിയെന്ന് മാത്രമല്ല, ആ കച്ചവടത്തിന് ശേഷം ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളവനെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ ആ കച്ചവട പീടികയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പിറകിൽ മുതലാളി നിൽക്കുന്നു എന്നത് അവരെ സ്വാധീനിച്ചൊരു ഘടകമാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഇസ്ലാമിൻ്റെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ മലബാറിൽ ഫ്ലൈറ്റ് വീണു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചു മുമ്പ് ആ ഫ്ലൈറ്റ് വീണ് ആംബുലൻസ് എത്തിയപ്പോഴേക്ക് ഡെഡ് ബോഡിയും അതുപോലെ തന്നെ പരിക്കേറ്റവരും എവിടെ എത്തിയിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആരാ എത്തിച്ചത്? പരിസരത്തുള്ള സാധുക്കളായ മനുഷ്യന്മാരാണ്. അതിനെക്കുറിച്ച് പറയുന്നത് പുതിയ കാറ്, ഇതുവരെ പുറത്തെടുക്കാത്ത കാറ്, ആളുകളെ അങ്ങനെയുള്ള കാറിലേക്ക് രക്തത്തോടു കൂടി ആളുകളെ വലിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ നന്മയാണ്, അത്ഭുതപ്പെടുത്തുന്ന നന്മയാണ്. നമുക്കറിയാലോ, പിന്നെ വയനാട് സംഭവം ഉണ്ടായി, അവിടെ നമ്മൾ ഓടിയെത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വ ഗുണങ്ങളെ കൊണ്ട്, മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് ഈ രാജ്യത്ത് ഇരുപ്പുറപ്പിച്ച അല്ലെങ്കിൽ മൂടുറച്ചു പോയിരിക്കുന്ന ഇസ്ലാമോഫോബിയെ മറികടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കിടയിൽ സാമൂഹിക കൂട്ടായ്മ രൂപപ്പെടുത്തണം. ഞാൻ പറയുന്നത് ഫ്രണ്ട്സ് ഫോറം ഇൻഷാ അല്ലാഹ് തുറന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ ഇവൻറ്റുകൾ ഉണ്ടാവും. ആ ഇവൻറ്റുകളിൽ കൂട്ടായ്മ നടത്താൻ നമുക്ക് പറ്റണം, സുഹൃത്ത് സംഗമങ്ങൾ നടത്തണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് നല്ല മനുഷ്യർ ധാരാളം ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖ് കാപ്പൻ, നിങ്ങൾക്കറിയാലോ, സിദ്ദീഖ് കാപ്പൻ പത്രപ്രവർത്തകനാണ്. ഹത്രസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. അയാൾ ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ടൊന്നും ബന്ധമുള്ള ആളൊന്നല്ല. അയാൾ അറസ്റ്റ് ചെയ്തു, ജയിലടച്ചു, ജാമ്യം കിട്ടിയില്ല. അവസാനം കോടതി പറഞ്ഞു, അയാൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ യു പിയിൽ നിന്നുള്ള ഒരാൾ ജാമ്യത്തിന് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ യു പിയിൽ നിന്ന് അതിന് ജാമ്യത്തിന് സന്നദ്ധമായത് വയസ്സായ രൂപരേഖ വർമ്മ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസറാണ്, ഒരു സ്ത്രീയാണ്. ഇതാണ് നമ്മുടെ രാജ്യം. ഇത് നമ്മുടെ മുമ്പിൽ മാതൃകായോഗ്യമായ ഉദാഹരണമാണ്.
അത്തരം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വേറെയുണ്ട്. നിങ്ങൾക്കറിയാലോ, ഏറ്റവും അവസാനം ഹരിയാനയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഒരു +2 വിദ്യാർത്ഥിയെ വെടിവെച്ചു വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? +2 വിദ്യാർത്ഥിയെ പശുക്കടത്താന്ന് സംശയിച്ചിട്ട് വെടിവെച്ചു വന്നു. വെടിവെച്ചു കൊന്നു, അവൻ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ആ കൊലക്ക് നേതൃത്വം കൊടുത്ത പ്രതി അനിൽ കൗശിക് പറഞ്ഞത്, എനിക്ക് ഖേദമുണ്ട്, കൊന്നതിൽ ഞാൻ ഖേദിക്കുന്നു. അയാൾ ഖേദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ? ഞാനൊരു ബ്രാഹ്മണനെ കൊന്നു എന്നതാണ് എൻ്റെ ഖേദം. ഞാനൊരു ബ്രാഹ്മണനെ കൊന്നു എന്നതിൽ ഞാൻ ഖേദിക്കുന്നു. തെറ്റിക്കൊന്നതാണ്. അത് കഴിഞ്ഞ ഘട്ടത്തിൽ ആ കുഞ്ഞിൻ്റെ, അഥവാ അവിടെ കൊല ചെയ്യപ്പെട്ട ആ പയ്യൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താ മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ അയൽവാസികളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവർ പറയുന്നുണ്ട്, ദേ ആർ മൈ ബ്രദേഴ്സ്, അവരെൻ്റെ സഹോദരങ്ങളാണ്. ഇതാണ് ഇന്ത്യ, ഇതുകൂടിയാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാർ തിങ്ങി താമസിക്കുന്ന നാടാണ് ഇന്ത്യ. വഖഫ് ബില്ല് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? വഖഫ് ബില്ല് വന്നപ്പോൾ പാർലമെന്റിനകത്ത് മുസ്ലിങ്ങൾ മാത്രമാണോ സംസാരിച്ചത്? അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിലെ വ്യത്യസ്തമായ വഖഫുമായി ബന്ധപ്പെട്ട പോരാട്ടം വരെ, പ്രൊട്ടസ്റ്റ് വരെ നടത്തേണ്ടത് എല്ലാവരും ഒരുമിച്ചാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇതിനോട് യോജിക്കുന്ന മുഴുവൻ എലമെന്റ്സിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ട ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കേണ്ടത്, മതപരമായ ആവശ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കേണ്ടത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ, ഇന്ത്യൻ ജനതക്കകത്ത് ഒരുപാട് പോസിറ്റീവായ എലമെന്റ്സ് കൂടിയുണ്ട്. അതിനെ ചേർത്ത് നിർത്തി നമ്മൾ ഈ കാലഘട്ടത്തെ നേരിടുക എന്നുള്ളതാണ്. മൂന്നാമത് ഞാൻ പറയുക, സമുദായത്തിനകത്തും സമൂഹത്തിനകത്തും ഐക്യത്തിൻ്റെ സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം രണ്ടും കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ എന്ന പോലെ CCC എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഉണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ നായർ എല്ലാ വിഭാഗ ആളുകൾ, ദലിതുകളുണ്ട്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ഓർഗനൈസേഷൻ്റെ കമ്മിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന സംവിധാനവും സജീവമായി മുന്നോട്ട് പോകണം. ഖുർആൻ പറഞ്ഞില്ലേ, നമ്മൾ പരസ്പരമുള്ള ലഹളയും കലഹവും നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഒരു ഡ്യൂട്ടി നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല. ഒരു പ്രസംഗം മുഴുവൻ അവരെ കൊണ്ട് എടുപ്പിക്കേണ്ട കാര്യം എന്താ? ഒലിപ്പം ഞാനല്ലേ നീ കാരണം ഞാനാണ് നീ നിങ്ങൾ നിൽക്കണ്ട. ഇതൊരു ഇൻഡോർ പരിപാടിയാണ്, സ്പീച്ചാണ്. നിങ്ങൾ തുടക്കം കിട്ടിയില്ലേ, അത് മതി. അവരൊക്കെ വീട്ടിൽ പോകേണ്ട പത്രക്കാരാ പോലെ നമ്മൾ ഇനിയിപ്പോൾ ചെയർമാനാണ്, അത് മുഴുവൻ എടുക്കണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴോ പോകണമെന്ന് പറഞ്ഞാണ് ഇവരോട്. സംബന്ധിച്ചിടത്തോളം ആ കോർഡിനേഷൻ വളരെ പ്രധാനം. ഇപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാകുമ്പം എനിക്ക് ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്നിടത്ത് എനിക്ക് ആ വകതിരിവുണ്ടാകണം. എന്താ എനിക്കുണ്ടാകേണ്ട വകതിരിവ്? സലഫി മൂവ്മെൻ്റ് ഉണ്ട്, ഓര് ചെയ്യുന്ന നല്ല കാര്യമുണ്ട്. സുന്നി മൂവ്മെൻ്റ് ഉണ്ട്, അവർ ചെയ്യുന്ന നല്ല കാര്യമുണ്ട്. ദക്ഷിണ കേരളമുണ്ട്, അവർ ചെയ്യുന്ന നല്ല കാര്യമുണ്ട്. അതൊന്നുമില്ലാത്ത പ്രാദേശിക മുസ്ലിം ജമാഅത്തുകളുണ്ട്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. എനിക്കുണ്ടാകേണ്ട ഈ കാലഘട്ടത്തിൽ എനിക്ക് മിനിമം ഉണ്ടാകേണ്ട വകതിരിവ് എന്ന് പറയുന്നത് ആ നല്ല കാര്യങ്ങൾ അംഗീകരിക്കാനും വിയോജിപ്പിൻ്റെ തലത്തെ മാന്യമായി അതിൻ്റേതായ തലത്തിൽ ഉന്നയിക്കാനുമുള്ള വിവേകമാണ് എനിക്കുണ്ടാകേണ്ടത്. പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പരസ്പരം പരാജയപ്പെടുത്തല്ല ചെയ്യേണ്ടത്. യോജിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് മറ്റുള്ളവരോട് യോജിച്ച് നിൽക്കണമെങ്കിൽ നമ്മളകത്ത് യോജിച്ച് നിൽക്കണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ അർത്ഥത്തിൽ ഈ പറയുന്ന കരുനാഗപ്പള്ളിയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വ്യത്യസ്തമായ ധാരകളെ കോർത്തിണക്കുന്ന, സ്വതന്ത്രമായി ഇതിൻ്റെ ഓണർഷിപ്പ് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സംവിധാനമായി ഫ്രണ്ട്സ് ഫോറം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിനൊരു നിറം നിങ്ങൾ കൊടുക്കരുത്. ഇതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നിറം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ മുജാഹിദിൻ്റെ നിറം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ദക്ഷിണ കേരളയുടെ നിറം കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് നിങ്ങൾ ഇസ്ലാം എന്തെല്ലാം നന്മകളെയാണോ പ്രകാശിപ്പിക്കുന്നത്, ഇസ്ലാം എന്തെല്ലാം സുഹൃതങ്ങളെയാണോ പ്രസരിപ്പിക്കുന്നത്, അതിൻ്റെ വർണ്ണം കൊടുത്താൽ മതി. അതിൻ്റെ വർണ്ണം കൊടുത്താൽ കരുനാഗപ്പള്ളിയുടെ അംഗീകാരത്തിന് കിട്ടും. ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അലന്തര കൈഫ റബ്ബല്ലാഹു മസറൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതൻ വഫറുഹാ ഫിസ്സമാ തൂതി ഉക്കുലുഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിക വയദ്രിബുല്ലാഹു അൽഅംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ഇതൊരു വടവൃക്ഷമാണ്. ഇതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് കണ്ടിറങ്ങിയതാണ്. ഇതിൻ്റെ ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പൂക്കൾ നൽകുന്നതാണ്. ഇത് പൊരിവെയിലത്ത് നിൽക്കുന്ന ആളുകൾക്ക് തണലൊരുക്കുന്നതാണ്.
ഇസ്ലാമിനെ കുറിച്ചുള്ള ഖുർആന്റെ ഉപമയാണിത്. സൂറത്ത് ഇബ്രാഹിം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കി. ആഴങ്ങളിലേക്ക് വേരുള്ള അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ആളുകൾക്ക് പ്രതീക്ഷയുടെ പൂക്കൾ നൽകുന്ന, ആളുകൾക്ക് ആഹാരമായി പഴം വർഷിക്കുന്ന, ആളുകൾക്ക് പൊരിവെയിലത്ത് തണലൊരുക്കുന്ന നന്മയുടെ വടവൃക്ഷം എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറയുന്നത് സംഘടനാപരമായ സങ്കുചിതത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് ഒരു സംഘടനാ വർണ്ണവുമില്ലാതെ നന്മയുടെ ഒരു വടവൃക്ഷം എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ ഏറ്റവും നല്ല ഉദാഹരണമായി ഫ്രണ്ട്സ് ഫോറത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാൻ പറ്റും. മുസ്ലിം സംഘടനകൾക്കിടയിൽ അനാരോഗ്യകരമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മത്സരം ഉണ്ടെങ്കിൽ ഇടപെടാൻ പറ്റണം. അത്യസായ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പറ്റണം. ഞാനാണ് പറയുന്നത് എങ്കിൽ സാഹിബങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. കാലം അങ്ങനെയാണ്, അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ ഞാൻ പറയുക, സമുദായത്തെ കോർത്തിണക്കുന്ന, സമുദായത്തിലെ വ്യത്യസ്ത ധാരകളെ കോർത്തിണക്കുക എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ദീനീ പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ വതഫ്ശലു വതദ്ഹബ റിഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ പ്രവാചകനെ അനുസരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ഭിന്നിക്കാതിരിക്കുക. ഭിന്നിച്ചാലോ ഫതഫ്ശലു, നിങ്ങൾ പരാജയപ്പെടും, വതദ്ഹബ റിഹുകും, നിങ്ങളെ കാറ്റ് പോകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെ കാറ്റ് പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് പ്രഭാഷണം നടത്താൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അൽക്കാമീറ, എനിക്കറിയാം ഒരുപാട് മേഖലയിൽ എനിക്ക് സമയം മതിയാകുന്നില്ല. അപ്പോൾ ദേശീയ തലത്തിൽ APCR എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇത്ര കൂട്ടായ്മയിലെ അതുകൊണ്ട് പറയാം, 100 കണക്കിനല്ല 1000-ലധികം കേസാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ സൈലൻ്റായി. അതൊരു NGO ആണ്. എല്ലാ സംസ്ഥാനത്തും അതിൻ്റെ ശാഖയുണ്ട്. കേരളത്തിലുണ്ട്. UAPA ചുമത്തപ്പെട്ടവർ, കലാപത്തിന് ഇരകളാക്കപ്പെട്ടവർ, ഡൽഹി കലാപത്തിൽ അകപ്പെട്ടവർ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാണ്ട്, റിഹാബിലിറ്റേഷൻ, ഒരു കമ്മ്യൂണിറ്റി എംപവർ ചെയ്യാണ്ട്. ഇന്ത്യയിൽ കേരളം വിട്ടാൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അക്ഷരാഭ്യാസത്തിൻ്റെ പടിപ്പുര കാണാത്തവരുണ്ട്, മദ്രസയിൽ പോകാത്തവരുണ്ട്, മദ്രസയില്ലാത്തവരുണ്ട്, നമസ്കരിക്കാൻ അറിയാത്തവരുണ്ട്. ഞാൻ പറയുക, ഈ കമ്മ്യൂണിറ്റി എംപവർ ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുക, കമ്മ്യൂണിറ്റിക്ക് ആത്മവിശ്വാസം കൊടുക്കുക, ഈമാൻ നൽകുക, യോജിപ്പിൻ്റെ തലമുണ്ടാക്കുക. അങ്ങനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് സഹായകമായ സംവിധാനമായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ്, ഒരുപാട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് ഫോറം നിങ്ങൾ കൂടുകയാണെങ്കിൽ, ഉദാഹരണം വഖഫ് ഇപ്പോഴത്തെ ചർച്ചയാണ്. വഖഫിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഡിസ്കഷൻ വെക്കാൻ പറ്റും. യൂണിഫോം സിവിൽ കോഡ് ഈ കാലഘട്ടത്തിൽ ചർച്ചയാണ്. അതിനെക്കുറിച്ച് ഒരു നല്ലൊരു അവബോധം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റിയാൽ മഹല്ലുകളിലേക്ക് അത് പ്രസരിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ സമകാലിക കേരളീയ സമൂഹത്തിലും അല്ലാതെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായി. ഫ്രണ്ട്സ് ഫോറത്തിന് ഇവിടെ ഇതര മതവിഭാഗത്തിൻ്റെ ലീഡർഷിപ്പുമായി സംസാരിക്കാൻ പറ്റും. ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നത്, ഈ സ്ട്രെങ്ത് സംഘർഷത്തിലേക്കല്ല, സംഘടിതത്വത്തിലേക്ക് ഈ സ്ട്രെങ്ത്തിനെ നിങ്ങൾ ലീഡ് ചെയ്യണം. ആ അർത്ഥത്തിൽ ഉമ്മത്തിനുപകരിക്കുന്ന, സമുദായത്തിനുപകരിക്കുന്ന, സമൂഹത്തിനുപകരിക്കുന്ന, ദീനിനുപകരിക്കുന്ന, നാളേക്ക് ഉപകരിക്കുന്ന ഏറ്റവും കരുത്തുറ്റ പ്ലാറ്റ്ഫോമായി ഈ സംവിധാനം മാറട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഫ്രണ്ട്സ് ഫോറം എന്ന് പറയുന്ന സുന്ദരമായ ഈ ആശയത്തിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ സന്തോഷകരമായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ലത്തീഫ് ഒറ്റത്തെങ്ങിൽ, ഫ്രണ്ട്സ് ഫോറം കരുനാഗപ്പള്ളിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിൻ്റെ അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇഷ നമസ്കാരത്തിനായി പോകാനുള്ള ധൃതിയിലാണ് നമ്മളുള്ളത്. ഏതാണ്ട് 2 മണിക്കൂറോളമായി, 1.5 മണിക്കൂറിലധികമായി നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട്. ഇന്ത്യയും ലോകവും കേരളീയ സമൂഹവുമൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ട വളരെ സുപ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തോടു കൂടിയാണ് വലിയ ലക്ഷ്യങ്ങളോടെ നാം രൂപീകരിച്ച ഈ ഫ്രണ്ട്സ് ഫോറത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിനുള്ള എല്ലാ കരുത്തും തൗഫീഖും ഈ ഫ്രണ്ട് ഫോറത്തിന്, അതിൻ്റെ സാരഥികൾക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കരുനാഗപ്പള്ളി മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒത്തുചേരൽ കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ഇത്ര ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ കഠിനമായി പ്രയത്നിച്ച ഫ്രണ്ട്സ് ഫോറവുമായി ബന്ധപ്പെട്ട, ജമാഅത്തെ ഇസ്ലാമിയുമായും ബന്ധപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും ശ്രമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടേക്ക് വന്നതും ഇവിടെ ഇരുന്നതും ഇവിടെ പറഞ്ഞതും ഇവിടെ കേട്ടതുമെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ നന്മതിന്മകൾ വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ വളരെ കൃത്യതയുള്ള ത്രാസ് കൊണ്ട് തൂക്കുന്ന സന്ദർഭത്തിൽ നന്മയോടൊപ്പം പരിഗണിക്കപ്പെടുന്ന നിമിഷങ്ങളാക്കി നമ്മളിവിടെ ചിലവഴിച്ച നിമിഷങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ, സഹോദരീ സഹോദരന്മാരിൽ, കൂട്ട് കുടുംബാദികളിൽ, സഹപ്രവർത്തകരിൽ, സഹോദരന്മാരിൽ, സഹകാരികളിൽ നിന്നൊക്കെയായി അവരുടെ ജീവിതയാത്ര അവസാനിപ്പിച്ച് നാഥനിലേക്ക് തിരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മയോട് ഒപ്പം സഞ്ചരിക്കാൻ, നന്മയോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അടിയുറച്ചു നിന്നുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള, അഭിമുഖീകരിക്കാനുള്ള ഈമാനികമായ കരുത്ത്, ഇസ്തിഖാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കൊക്കെ അറുതി വരുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ ധീരമായി ആ പരീക്ഷണങ്ങളെ ക്ഷമാപൂർവം തരണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഖ്ഖിൽ ഉമൂറനാ വഫർരിജ് ഖുറൂബനാ വഅദ്ദി ദുയൂനനാ വശ്ഫി മറദാനാ വഖളി ഹവായിജനാ യാ ഖാളിയൽ ഹാജാത്ത്. اللهم وفقنا لما تحب وترضى وجعل آخرتنا خيرا من الأولى. اللهم ارزقنا حج بيتك الحرم وزيارة قبر النبي مصطفى
محمد صلى الله عليه وسلم مع الصحة والعافية يا أرحم الراحمين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ربنا لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية رغبتنا ولا إلى النار مصيرنا ولا إلى النار مصيرنا ولا إلى النار مصيرنا يا رب العالمين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وآخر دعوانا أن الحمد لله. السلام عليكم ورحمة الله وبركاته. നമ്മുടെ യോഗ നടപടികൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ ഇത് നല്ലൊരു തുടക്കമാകട്ടെ. തുടർന്നുള്ള ഈ കൂട്ടായ്മയുടെ പരിപാടികളിൽ ഇൻഷാ അല്ലാഹ് ആളും അർത്ഥവും, കാരണം ഞാനീ പറയുന്നതിന് അർത്ഥം തന്നെ ഉണ്ട്, ആളും അർത്ഥവും രണ്ട് രീതിയിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഇതിൻ്റെ കൺവീനർ അഡ്വക്കേറ്റ് എസ് സജീവിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. വിശ്വാസത്താൽ പ്രചോദിതമായി ഈമാനിൻ്റെ വഴിയിൽ എല്ലാ തരത്തിലുമുള്ള ഐക്യത്തോടുകൂടി ഇത്രയും പേർ കരുനാഗപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തുകൂടിയ ഒരു സന്തോഷകരമായ സായാഹ്നം നാം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കൂട്ടായ്മ തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്നിൻ്റെ ആവശ്യം അമീറിൻ്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരുപാട് കർത്തവ്യങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ കൂടിയവർ അവരാൽ കൂട്ടാൻ കഴിയുന്നവരെ കൂട്ടിക്കൊണ്ട് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈകിയ വേളയിൽ എല്ലാവർക്കും എല്ലാ സുമനസ്സുകൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ആൾക്കാർക്കും ആദ്യമായി തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് വളരെ വ്യക്തമായി ഫ്രണ്ട്സ് ഫോറം ഇന്ന് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയുടെ പേരിൽ ഫ്രണ്ട്സ് ഫോറത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ ലത്തീഫ് ഒറ്റത്തെങ്ങിലാണ്. അദ്ദേഹത്തിനും ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാർക്കും, പി മുജീബ് റഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ അബ്ദുൽ വാഹിദ് നദ്വി അവറുകൾ തുടങ്ങിയ എല്ലാവർക്കും, ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അതിനുകൂടി അനുവാദത്തോടു കൂടി യോഗം അവസാനിച്ചതായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരും തുടർന്നും സഹകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.